ഹലോ നമസ്കാരം. ഹോല വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഓസ്ട്രേലിയൻ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ 3 കാര്യങ്ങളാണ്. ഒന്ന്, യൂണിവേഴ്സിറ്റി ഡെഡ്ലൈൻ യൂണിവേഴ്സിറ്റി ഓഫ് സതേൺ ക്യൂൻസ്ലൻഡിൻ്റെ ഡെഡ്ലൈൻ ഇങ്ങ് അടുത്തു. ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് അറിയേണ്ട ഡെഡ്ലൈൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഒന്ന്. 2, വിസ പ്രോസസ്സിംഗ് ടൈം. നമുക്കറിയാം ലെവൽ 1 ലെവൽ 2 അല്ലാതെ ഇപ്പോൾ പ്രയോറിറ്റി 1 പ്രയോറിറ്റി 2 എന്നുള്ള ഒരു മിനിസ്റ്റീരിയൽ ഡയറക്ഷൻ വെച്ചിട്ടാണ് നമ്മുടെ വിസ പ്രോസസ്സിംഗ് ടൈം നിർണ്ണയിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു അപ്ഡേറ്റ് ആണ്. 3, QS റാങ്കിങ്ങിൻ്റെ ഡീറ്റെയിൽ സബ്ജക്റ്റ് വൈസ് റാങ്കിങ് ലിസ്റ്റ് റിലീസായിട്ടുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ടോപ്പ് സിറ്റീസ് ഏതൊക്കെയാണെന്ന് അറിയാനും, അതുപോലെ നമുക്ക് ഓവറോൾ QS റാങ്കിങ്ങിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ എങ്ങനെയാണ് ഓസ്ട്രേലിയയിൽ സംഭവിച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ അപ്ഡേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് സതേൺ ക്യൂൻസ്ലൻഡിന് ടേക്കിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ട ഡെഡ്ലൈൻസ് ആണ്. ഒന്നാമത്തെ കാര്യം, ലാസ്റ്റ് ഡേ ടു അപ്ലൈ ഫോർ USQ മെയിൻ ടേക്ക് ഇസ് മാർച്ച് 17, 2025. ലാസ്റ്റ് ഡേ ടു അക്സെപ്റ്റ് ദ ഓഫർ മാർച്ച് 31, 2025 ആണ്. ഇനി ഓൺ ഷോർ സ്റ്റുഡൻസിന്, അതായത് USQയിൽ ഇവിടെ ഓസ്ട്രേലിയയിലുള്ളവർക്ക് USQയിലേക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ, അതായത് വിസയുടെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മെയ് 19 വരെ സമയമുണ്ട് ഓഫർ അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. രണ്ടാമത്തെ പോയിന്റ്, വിസ പ്രോസസ്സിംഗ് അപ്ഡേറ്റ്സ്. മിനിസ്റ്റീരിയൽ ഡയറക്ഷൻ 111 അനുസരിച്ച് വിസ പ്രോസസ്സിംഗ് ടൈമിൽ ഉള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. 80% ഓഫ് ദ ക്യാപ്പിംഗ് അലോക്കേറ്റഡ് ഫോർ 2025 ആ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ പ്രയോറിറ്റി 2ലേക്ക് വിസ പ്രോസസ്സിംഗ് പോകും. അതായത് വിസ പ്രോസസ്സിംഗ് 1ലാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ യൂണിവേഴ്സിറ്റിക്ക് അലോക്കേറ്റഡ് നമ്പേഴ്സിൻ്റെ 80% എത്തുമ്പോൾ വിസ പ്രോസസ്സിംഗ് 1 അതായത് സ്പീഡിൽ ഉള്ള പ്രയോറിറ്റി പ്രോസസ്സിംഗ് നടക്കും. 80% ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രയോറിറ്റി 2ലേക്ക് ജമ്പ് ചെയ്യും. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ ഏതെങ്കിലും ഇൻടേക്ക് യൂണിവേഴ്സിറ്റിയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ എത്ര സീറ്റ്സ് അലോക്കേറ്റഡ് ആയി, എത്ര എണ്ണം ഫില്ലായി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് വിസ പ്രോസസ്സിംഗ് ടൈം എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പം നല്ലൊരു ഏജൻസിയുമായിട്ട് സംസാരിച്ചാലോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നവർക്കോ അതിനെപ്പറ്റി ഒരു ഡയറക്ഷൻ കിട്ടും. UTSൻ്റെ 80% നിറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജൂലൈ ഇൻടേക്കിലേക്ക് അല്ലെങ്കിൽ ഈ വർഷത്തിലേക്ക് 80% തന്നെ കഴിഞ്ഞു. അപ്പോൾ UTSന് ഇനി ഈ ഒരു വർഷം അഡ്മിഷൻ എടുക്കുക വളരെ ദുഷ്കരമാണ്. എടുത്തു കഴിഞ്ഞാൽ വിസ പ്രോസസ്സിങ്ങിന് നല്ല സമയം വേണം. നവംബർ ഇൻടേക്കൊക്കെ UTSന് ഇപ്പം അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. ജൂലൈ ഇൻടേക്കിന് ഇപ്പോൾ വെച്ചാലും ഓക്കെയാണ്, പക്ഷേ ഇച്ചിരി കൂടെ കഴിഞ്ഞാൽ ജൂലൈ ഇൻടേക്ക് ഈസ് നോട്ട് പോസിബിൾ ഫോർ UTS. RMIT 70% ത്രഷോൾഡ് ഓൾറെഡി റീച്ച് ചെയ്തു. ഏപ്രിൽ ആകുമ്പോൾ 80%ലേക്ക് എത്തും എന്നുറപ്പാണ്. അപ്പോൾ RMITയിലേക്കും ആപ്ലിക്കേഷൻ എഴുതുന്നവരെ ശ്രദ്ധിക്കുക. ജൂലൈ ഇൻടേക്ക് ഇസ് ഓൾമോസ്റ്റ് ഡൺ. നിങ്ങൾ ഇനി വെച്ച് കഴിഞ്ഞാൽ, ലേറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ജൂലൈ ഇൻടേക്കിലേക്ക് വിസ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. പ്രോസസ്സിംഗ് ടൈം കൂടുതലാണ് എന്നുള്ളതാണ്. അടുത്ത പോയിന്റ്, QS റാങ്കിങ് 2025 റിലീസായി. സബ്ജക്റ്റ് വൈസ് റാങ്കിങ്ങും റിലീസായിട്ടുണ്ട്. ചെക്കൗട്ട്. അതിലേറ്റവും അഭിമാനകരമായ കാര്യം, 31 ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റീസ് ടോപ്പ് 600 വേൾഡ് റാങ്കിങ് 600-ൽ താഴെ വരുന്നുണ്ട്. ഈ 31 യൂണിവേഴ്സിറ്റീസ് മികച്ചതാണ്. 38ഓളം യൂണിവേഴ്സിറ്റീസിന് QS റാങ്കിങ് ഉണ്ട്. ആകെ 43 യൂണിവേഴ്സിറ്റീസ് ഉള്ളൂ. അപ്പോൾ ഓസ്ട്രേലിയ അച്ചീവ്ഡ് എ റിമാർക്കബിൾ അച്ചീവ്മെൻറ്റ്, അല്ലെ, വലിയൊരു നേട്ടമാണത്. കമ്പയർഡ് ടു ഓൾ അതർ കൺട്രീസ്, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഒരു വലിയ ഡെസ്റ്റിനേഷനാണ് ഓസ്ട്രേലിയ. അപ്പോൾ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിൽ വീണ്ടും ഇംപ്രൂവ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്, വിച്ച് ഈസ് വെരി ഗുഡ് ന്യൂസ്. ഇനി ഏതൊക്കെ സിറ്റീസാണ് ടോപ്പ് 2025 ഏറ്റവും ബെസ്റ്റായിട്ട് ബേസ്ഡ് ഓൺ സ്റ്റുഡൻറ്റ് മിക്സ്, ഡിസൈറബിലിറ്റി, എംപ്ലോയർ ആക്ടിവിറ്റി ആൻഡ് ഓവറോൾ സ്റ്റുഡൻറ്റ് എക്സ്പീരിയൻസ് ഏതൊക്കെയാണ് സെലക്ട് ആയിരിക്കുന്നത് നോക്കാം. 1ാമത്തെ സ്ഥാനം കൈവരിച്ചിരിക്കുന്നത് മെൽബൺ, 2ാം സ്ഥാനം സിഡ്നി, 3 ബ്രിസ്ബെയിൻ. ഇതറിയാമല്ലോ, ടോപ്പ് 3 സിറ്റീസ് ഇൻ ഓസ്ട്രേലിയ. ഇതാണ് കാറ്റഗറി 1 ലൊക്കേഷൻസ് ഇൻ ഓസ്ട്രേലിയ. 4ാം സ്ഥാനം ഓസ്ട്രേലിയയുടെ ക്യാപിറ്റലായിട്ടുള്ള കാൻബറയാണ്. 5ാം സ്ഥാനം അഡലേഡാണ്. പിന്നുള്ളത് നമ്മുടെ പെർത്ത് ഒക്കെയാണ്. അപ്പോൾ പെർത്ത്, ഡാർവിൻ ആൻഡ് ടസ്മാനിയയിലെ ഹൊബാർട്ടൊക്കെയാണ് പിന്നെ വരുന്ന സിറ്റീസ്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഈ ഇൻഫോർമേറ്റീവ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റഡ് ഓസ്ട്രേലിയൻ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ദിസ് ഇസ് ജസ്മിൻ സൈനിങ് ഔട്ട് ഫ്രം ഹോല വേൾഡ്. ബിഫോർ ദാറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ കൂടി പറഞ്ഞോട്ടെ. ജർമ്മനി വെബിനാർ ഹോല വേൾഡ് തയ്യാറാക്കുന്നു. ജർമ്മനിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി 25 മാർച്ച് 2025 നമ്മളൊരു ജർമ്മനി വെബിനാർ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. Whoever is interested can register in the description. Thank you.